ഇന്ന് ഞാനും എൻ്റെ ഒരു ചേച്ചിയും കൂടിയിട്ട് ഞങ്ങൾക്കുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണ്. പോണ വഴി കണ്ടൊരു കാഴ്ചയാണിത്. ദേ കുറേ അപ്പൂപ്പനും അമ്മൂമ്മമാരും സൈക്കിളും ചവിട്ടി പോണു. ഈ പ്രായത്തിൽ നമ്മുടെ നാട്ടിലെ അമ്മൂമ്മമാരെല്ലാം മൂടിപ്പൊതിച്ച് റൂമിനകത്ത് കിടന്ന് ഉറക്കമായിരിക്കുന്നതാണ് ഞാൻ ഓർത്തത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. വയസ്സാം കാലത്ത് ഞം തിന്നാനുള്ള പെൻഷൻ്റെ പേപ്പറൊക്കെ ഇന്ന് ഒപ്പിട്ട് കൊടുക്കണേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങളിത് ബസ് ഇറങ്ങി അടുത്ത ട്രെയിൻ കയറാൻ പോവുകയാണ്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാണാൻ എന്താ ഭംഗിയില്ലേ. ഇതാ ഒരു ആനയ്ക്ക് ഇതാ കയ്യും കാലും ഉടുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പോവേണ്ട ആ ഊണയിലേക്കാണ്. അപ്പം നമ്മൾ ഊണയണ എവിടെയാണെന്ന് പറഞ്ഞ് തിരക്കി നടക്കുകയാണ്. അപ്പോഴാണ് ഒരു താഴോട്ട് ബോർഡ് വെച്ചേക്കുന്ന കണ്ട. അങ്ങനെ ഒരു എസ്കലേറ്റർ കയറി താഴോട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ ട്രെയിൻ കയറി നമുക്കുള്ള സ്ഥലം എത്തി. ഇതോ ആ ദൂരെയായിട്ട് കാണുന്ന ബിൽഡിങ്സാണ് എൻ്റെ ഹോസ്പിറ്റൽ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നിന്നപ്പോൾ ഒരു ചേട്ടൻ കൊട്ടയിലൊരു പട്ടിയാൻ നിൽക്കുന്നു. ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടാണോ ബാക്കാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഏതോ ഒരു ഭാഗം എന്താണെന്ന് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പതുക്കെ ശരിയാവുന്നങ്ങ് വിചാരിക്കാം. നാട്ടിലെ ഹോസ്പിറ്റൽ കണക്കല്ല. ഇവിടെ ഭയങ്കര ആൾ കുറവും ഭയങ്കര നീറ്റുമാണ്. അടിയും പിടിയും ബഹളമൊന്നും കാണാനേ പറ്റില്ല. ഇതിൻ്റെ അകത്ത് കയറിയ ഒരു പാർക്കിൻ്റെ പ്രതീതിയാണ്. നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലത്തെ ഇവിടുത്തെ ഒരു വലിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണിത്. എന്നാലും കണ്ട ആ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം അപ്പോയിൻമെൻറ്റ് വഴിയാണല്ലോ, അതുകൊണ്ട് ആളിൽ ഇടിക്കേണ്ട തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കണ്ട ഏതോ വെക്കേഷൻ ഒരു കോട്ടേഴ്സിൽ പോയ ലുക്കില്ലേ. ഞാനും അത് തന്നെ മനസ്സിൽ വിചാരിച്ച് നടക്കിയിരുന്നു. ഇതിപ്പോൾ ഏതാ ബിൽഡിങ്, എങ്ങോട്ടാ പോവേണ്ട, ഏതാ വഴിയെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞങ്ങൾക്ക് പോകേണ്ട ബിൽഡിങ് ഞങ്ങൾ കണ്ടുപിടിച്ച്. ഈ ഷൂഡ്രിങ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. അപ്പം ഞങ്ങളിവിടെ വരാൻ കാരണക്കാരനായ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ലിഫ്റ്റ് കയറി നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ. ഞങ്ങളെല്ലാവരും ഇവിടെ ഈ ഹോസ്പിറ്റലിലേക്കും ജർമ്മനിയിലേക്കും വരാൻ കാരണക്കാരനായ വ്യക്തി. പുള്ളിയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതെല്ലാം ബാക്കി എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് വേറെ ഏതൊക്കെ രാജ്യം തുർക്കിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ നിന്ന് വന്ന എൻ്റെ കൊളീഗ്സാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ വിശന്ന് ഉപ്പാട് വന്നു. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് ഇവിടെ വന്നതിന് ശേഷം ലഞ്ച് ബ്രെഡും ഫ്രൂട്ട്സൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ പോണ ബസ്. ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയ പിന്നെ സെക്കൻഡ് ഫ്ലോർ മസ്റ്റാണല്ലോ. അവിടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ആ ബസ്സിൻ്റെ മുകളിലുള്ള കമ്പിയിലുള്ള പച്ച സ്വിച്ച് ഞെക്കി ആ ഒരു ബസ് നിർത്തിത്തരും. എന്നത് വെറും സ്ക്രീനല്ല, നമ്മുടെ സ്റ്റോപ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീനാണ്. ഓരോ സ്റ്റോപ്പും അവിടെ എഴുതി കാണിക്കുന്നുണ്ടോ. നമ്മുടെ സ്റ്റോപ്പിന് മുന്നേ സ്വിച്ച് ഞെക്കി അവർ നിർത്തി നമ്മളെ ഇറക്കി വിടും. ഇതൊക്കെ തന്നെ തിരിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ബസ്സിൽ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ പോലൊരു കാക്കത തേരാപ്പറ നടക്കുന്നവിടെ. ഇവിടുത്തെ കാക്കകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടീസാണ്. എന്താ ചെയ്യുക, കാക്ക വരെ പുരോഗമിച്ചു തുടങ്ങിയല്ലേ.